കാനഞ്ചേരി ഉന്നതിയിലുള്ള കോളിമൂല ഉന്നതിയിലുള്ള മോളൻ, അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്യാൻസർ സംബന്ധമായിട്ട് ചികിത്സയിലായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഈ മൂപ്പരെ ഇത് രോഗം ലേശം വഷളായപ്പോൾ സ്നേഹഭവനിൽ വിട്ടു. കാട്ടിക്കുളം സ്നേഹഭവനിൽ വിട്ട് അവിടെ ഒരു രണ്ടാഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നതിന് ഒരു കോള് വന്നു. പുഴു അരിച്ചിട്ടുണ്ട്, പിന്നെ പുഴു പിടിച്ചിട്ടുണ്ട്, മൂപ്പരെയും കൊണ്ട് പോകണം, ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പാലിയേറ്റീവിന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ നിതിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് തന്നെ താഴെ അത്യാവശ്യത്തിന് കുറച്ച് പുഴുവിനെ എല്ലാം എടുത്ത് ഇവിടെ അഡ്മിറ്റ് ആക്കി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ പറയാണ് ഇവിടുന്ന് ഇത് പറ്റൂല, നിങ്ങൾ ബത്തേരി പാലിയേറ്റീവിന്റെ ഇതിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിട്ടു. അവിടുന്ന് അവര് ലേശം കുറച്ച് പുഴുവിനെ എടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞ് ഇവിടെ അംബേദ്കറിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് അംബേദ്കർ ക്യാൻസർ സെന്ററിലേക്ക് വിട്ട് അവിടുന്ന് ഇവർ പറയാണ് ഇത് സർജൻ വേണം, കോഴിക്കോട് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കോഴിക്കോടിലേക്ക് എഴുതി. അപ്പോൾ നമ്മൾ പറഞ്ഞു കോഴിക്കോടേക്ക് പോകാൻ പറ്റൂല, കാരണം കൂടെ നിൽക്കാൻ ആരുമില്ല. അപ്പം ആ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് മാനന്തവാടി സർജൻ ഉണ്ട്, ഇങ്ങോട്ട് പോടി എന്ന് പറഞ്ഞിട്ട് മാനന്തവാടി ഹോസ്പിറ്റലിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു വിട്ടു. ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ബോളിന്റെ അങ്ങനെ സ്ട്രക്ചറിൽ അങ്ങനെ കടത്തിയിട്ടുണ്ട്. വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചായ കൊടുക്കുമ്പോൾ ഈ ചുണ്ടിന്റെ സൈഡിൽ നിന്നൊക്കെ പുഴുവാണ് വരുന്നത്, ഇങ്ങനെ ചാടുന്നത് താഴേക്ക്. അപ്പൊ ഞാൻ സിസ്റ്ററെ അടുത്ത് പോയിട്ട് സിസ്റ്ററെ പിന്നെ ഡോക്ടർ വന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഡോക്ടർ വന്നേ ചോദിക്കണം, നിങ്ങൾ പോയി ചോദിക്കി, പിന്നെ ഡോക്ടർ വരുമ്പോൾ ഇവിടെ ഉണ്ടാവണം. നമ്മൾ ഈ പല പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ കുറച്ച് പേര് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് മൂപ്പര ഇതുവരെ നോക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഒരു തൃപ്തികരമല്ലാത്ത മറുപടി പറയുകയും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് പുഴുവിനെ എടുത്തോന്ന് ചോദിച്ചപ്പോൾ ഒരു പുഴുവാ കിട്ടിയത്, പിന്നെ ആ ഒരു പുഴു കിട്ടി, അത് അങ്ങനെ എനിക്ക് കിട്ടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്നേരമാണ് ഞങ്ങൾ മീഡിയയായി ബന്ധപ്പെട്ടിട്ട് ഇവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും തുടർന്ന് അവർ കുറച്ച് പേര് സിസ്റ്റർമാരൊക്കെ ആണെങ്കിൽ ഓടി വന്ന് ഡോക്ടർമാർ ഞങ്ങൾ വിളിക്കുന്ന, സിസ്റ്റർമാർ വന്ന് സംസാരിക്കുന്നത്, ഡ്രസ്സ് ചെയ്യിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനം ഇന്ന് നടത്തിയത്. ഇത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രോഗിക്ക് നമ്മൾ പഞ്ചായത്തിന്റെ വകയാണെങ്കിലും പിന്നെ ഗവൺമെന്റിന്റെ വകയായിട്ടാണെങ്കിലും ഒരു സംവിധാനം ഇല്ലേ, നമ്മളെ നാട്ടിലൊരു സിസ്റ്റം വേണ്ടേ? ഇങ്ങനെ ആരും ഇല്ലാത്തവർക്കായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കുറച്ച് നാട്ടുകാരും അവരെ ഉത്തരവാദിത്തത്തിലാണോ ഈ ചികിത്സയും കാര്യങ്ങളെല്ലാം നടത്തേണ്ടത്? ഇങ്ങനെയുള്ളതിനൊരു സംവിധാനം വേണ്ടേ നമ്മളെ നാട്ടിൽ?